ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാ 3:8. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. മാനസാന്തരത്തിന് എന്താ പറയുന്നത്? യോജിച്ച ഫലങ്ങളുണ്ട്, അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫലങ്ങൾ. അപ്പോൾ അതിൻ്റെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങളെന്ന് പറയുമ്പോൾ ഈ ഞെരിഞ്ഞിൽ നിന്ന് അതിൻ്റെ യോജിച്ച ഫലം എന്താണ്? അത്തിപ്പഴമാണ്. മുൾച്ചെടിയിൽ നിന്ന് എന്താണ് അവിടെ പറയണത്? മുന്തിരിപ്പഴമാണ്. അത് മാനസാന്തരത്തിന് യോജിച്ചതാണ്. അല്ലാത്ത രീതിയിൽ മൃഗങ്ങളിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ കുറച്ചുകൂടി കൂടിയ നിലവാരമുള്ള സുവിശേഷ വിഹിതമായ പെരുമാറ്റ ബിഹേവിയർ പാറ്റേൺ, അതാണ് ഈ ലക്ഷ്മി കൈവരിച്ചിരിക്കുന്നത്. ലക്ഷ്മിയുടെ അടുത്ത് എന്താ അമ്മ വരികയും പോവുകയും സംസാരിക്കുമ്പോൾ കേൾക്കുകയും വന്ന് കാര്യങ്ങൾ ടച്ച് ചെയ്യുകയും ദൈവത്തിന് ഇങ്ങനെ ചെയ്യുന്നതിലൊരു ഒരു കുഴപ്പമില്ല. ദൈവത്തിന് തോന്നണം, ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നണം. എന്നോട് നിങ്ങൾ ചോദിക്കണം, അച്ഛ എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ നിങ്ങളെപ്പോലെ പറയത്തില്ല ജപ്തിനോട് മാറാനാ കല്യാണം നടക്കാനാണെന്ന് ഞാൻ പറയത്തില്ല. എന്തിനാണ് ഉടമ്പടി എടുക്കണത്? ദൈവത്തിൻ്റെ ആളാകാൻ. അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ആളാകാനാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ ആളാകാൻ, മാനസാന്തരത്തിന് ഫലപ്രയോഗിക്കാൻ, ദൈവമായിട്ട് നിത്യസംസർഗത്തിലാകാൻ എന്റെ ഉടമ്പടിയെ, അതിന്റെ പെരുമാറ്റ രീതികളെ സുവിശേഷ വിഹിതമായി പുനർക്രമീകരിക്കണമേ. എല്ലാവരും എഴുന്നേൽക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുറച്ചു നേരം നമുക്ക് രോഗ സൗഖ്യ പ്രാർത്ഥനയുടെ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. ജോമൾ സിസ്റ്ററും അതുപോലെ ജയേഷ് അമ്പിളിയൊക്കെ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. 7 മിനിറ്റാണ് സമർപ്പണ പ്രാർത്ഥന. ഒരു മനുഷ്യൻ്റെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നതും ഉടമ്പടി ധ്യാനം കൂടാൻ വരുമ്പോഴെല്ലാം അവർക്കൊരു കണ്ണുനീരുണ്ട്. അവിടെ കാല് ഇടറിപ്പോകുന്നുണ്ട്. അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റണില്ല. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയുടെ അഭയം പ്രാപിച്ചിരിക്കുന്നവരാണ് നമ്മൾ. ഇവിടുന്ന് ഒരു കുഞ്ഞു പോലും അനുഗ്രഹം കിട്ടാതെ പോകരുത് എന്നാണ് ഞങ്ങൾ ദൈവത്തോട് എപ്പോഴും അപേക്ഷിക്കുന്നത്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ദേവപിതാവേ നന്ദി.
കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പേര് സെൽവി. ഞാൻ കോഴിക്കോട് കൂടന്നിൽ നിന്നാണ് വരുന്നത്, ചാത്തമംഗലം ഇടവക. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി കൃപാസനത്തിലേക്ക് കടന്നു വന്നത് 2019 ജീവിതത്തിൽ ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയത്ത്, ജപ്തി നടപടി നേരിടുന്ന സമയത്താണ് ഇവിടെ കടന്നു വന്നത്. അന്ന് ഉടമ്പടി എടുക്കാനായിട്ടല്ല വന്നത്, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് വന്നത്. പക്ഷേ എൻ്റെ കൂടെ വന്നവരെല്ലാവരും ഉടമ്പടി എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അത് 3ാമത്തെ പുതുക്കലിന് സമയത്ത് എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് അത്ഭുതകരമായിട്ട് ആ ജപ്തി നടപടികൾ നേരിടുന്ന 5 ലക്ഷം രൂപ അടക്കാനായിട്ട് ഒരു നിവൃത്തിയില്ലാതിരുന്ന സമയത്ത്, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പലരിൽ നിന്നായിട്ട് പൈസ കിട്ടി. ആ പൈസ അടക്കാനും ജപ്തി നടപടി പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഞങ്ങളുടെ ആധാരം തിരിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നീട്
പല കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് നാളത്തേക്ക് ഉടമ്പടി അങ്ങോട്ട് ലാഗ് ചെയ്തു. പിന്നീട് രണ്ടാമത് ഞങ്ങളുടെ വീടിൻ്റെ ആ ചെറിയൊരു വീടായിരുന്നു, ആ വീട് പുതുക്കി പണിയാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ പുതുക്കി പണിയാനായിട്ട് ഇവിടെ വന്ന് നിയോഗം വെച്ചെങ്കിലും പിന്നീട് ഉടമ്പടിയിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. എന്നായിരുന്നാലും പ്രാർത്ഥനയുണ്ടായിരുന്നു. ഉടമ്പടി പ്രത്യക്ഷീണ പ്രാർത്ഥനയൊക്കെ പലപ്പോഴും പല പ്രാവശ്യമായിട്ട് മുടങ്ങി പോകുമായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി. 2021 വീടിൻ്റെ പണി തുടങ്ങിയെങ്കിലും വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റാതെ ഏറെ വിഷമിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മകൻ്റെ വിവാഹം, അവന് 2021 തുടങ്ങി ഞങ്ങൾ വിവാഹം ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഒരു കാര്യവും നടക്കാൻ തടസ്സങ്ങളായിരുന്നു. പല പല തടസ്സങ്ങളായിരുന്നു. കാര്യങ്ങൾ വരുമ്പോഴും ഒന്നടുപ്പിച്ച് വരുമ്പോഴേക്കും പല തടസ്സം കൊണ്ട് മാറിപ്പോകുമായിരുന്നു. ഈ 2 നിയോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വെച്ചിരുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ പണിയും അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും മകൻ്റെ വിവാഹവും. 2024 ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഉടമ്പടി എടുത്തു. കാരണം എൻ്റെ കാശിരൂപം നഷ്ടപ്പെട്ടു പോയായിരുന്നു. ഉടമ്പടിയൊക്കെ ലാഗ് ചെയ്തുകൊണ്ട് എനിക്ക് പുതിയതായിട്ടൊന്ന് ഉടമ്പടി എടുക്കുമെന്ന് തോന്നി. ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നെ ഞാൻ ഒരിക്കൽ പോലും ആ ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോകാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ആ ഉടമ്പടിയിലെ നിയമം അനുസരിച്ച് തന്നെ പൂർത്തിയാക്കാനായിട്ട് ശ്രമിച്ചു. ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കത് നിസ്സാരമായിട്ടത് നടത്താൻ സാധിക്കുമെന്നാണ് വിചാരിച്ചത്. കാരണം അത്യാവശ്യം ബൈബിൾ വായനയുണ്ട്, കാരുണ്യപ്രവർത്തനം വിൻസെൻ്റ് പോളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉടമ്പടിയൊക്കെ പൂർണ്ണമായിട്ടും പാലിക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതെൻ്റെ കഴിവ് കൊണ്ട് ഒരിക്കലും നേടാൻ സാധിക്കുകയില്ല, അത് മാതാവിൻ്റെ കൃപ തന്നെ വേണമെന്ന്. പിന്നീട് ഞാൻ 2024 ഉടമ്പടി എടുത്തപ്പോൾ ആ മാതാവിൻ്റെ കൈപിടിച്ച് തന്നെ എൻ്റെ ഉടമ്പടി പൂർത്തിയാക്കാനായിട്ട് എല്ലാ ദിവസവും ആ ഈവനിങ്ങിലെ പ്രാർത്ഥനയിൽ പറയുന്ന പോലെ തന്നെ ഉടമ്പടി പൂർത്തിയാക്കാൻ മാതാവെ എന്നെ സഹായിക്കണമേ, എനിക്ക് കഴിയില്ല, നീ എൻ്റെ കൂടെ വരണം. അങ്ങനെ എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഉടമ്പടി പാലിച്ച് തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തുവരുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഡെയിലി പ്രേയറിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് എന്തെങ്കിലും തരത്തിലും മുടക്കം വന്നാൽ പോലും ഞാൻ അത് പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞിട്ടേ വേറെ ഏത് ജോലിയും ചെയ്യുമായിരുന്നുള്ളൂ. അതുപോലെ ആ ഉടമ്പടി പാലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മകൻ്റെ വിവാഹത്തിൻ്റെ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ വീട് പണി പലപ്പോഴും സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുണ്ട്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോകുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരന്തം, ആ ദുരന്തത്തെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നാണ് മാതാവ് നമ്മളെ സഹായിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒത്തിരിയേറെ കുറവുകളുണ്ടാകുമ്പോൾ ആ കുറവുകളെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് എങ്ങനെയാണ് മാതാവിൻ്റെ ജീവിതത്തിൽ വന്ന ആ പ്രതിസന്ധികളെ തരണം ചെയ്തത്, അതുപോലെ മാതാവ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും ഞാൻ രാത്രിയിൽ എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് കുറച്ച് നേരം ഞാൻ മാതാവിൻ്റെ അടുക്കലിരിക്കും, പ്രാർത്ഥിക്കും. അന്നേ ദിവസം കിട്ടിയ അനുഗ്രഹം നന്ദി പറയും. അതുപോലെ മാതാവിനോട് പറയും, മാതാവേ നാളത്തെ കാര്യങ്ങൾ എനിക്കൊന്നും അറിയില്ല, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊന്നും അറിയില്ല. ഒത്തിരിയേറെ സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നത്. ആ സമയത്തെല്ലാം മാതാവിൻ്റെ കരം പിടിച്ച് നാളത്തെ കാര്യം എങ്ങനെ നടത്തും, അതേപോലെ ലോൺ അടക്കാനായിട്ടൊക്കെ വരുമ്പോൾ മാതാവിനോട് ഞാൻ പറയും, മാതാവേ നീ തന്നെ എനിക്ക് വഴി കാണിച്ചു തരണം, നീ അല്ലാതെ ഒരു മാർഗ്ഗം എൻ്റെ മുമ്പിലില്ല എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം അത്ഭുതകരമായിട്ട് തന്നെ ആ പൈസ അടക്കാനായിട്ട് ഏതെങ്കിലും തരത്തിൽ എൻ്റെ കയ്യിലേക്ക് വന്നു ചേരുമായിരുന്നു. അതൊക്കെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയണം, മാതാവേ നീ ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്തു, നിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ടായിരുന്നു, അപ്പോൾ എങ്ങനെ പ്രതിസന്ധി തരണം ചെയ്തു, അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്ന് ഇടപെടണമേ. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കാനും മകൻ്റെ വിവാഹം ഉറപ്പിച്ചു. പക്ഷെ അത് നടത്താനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വഴിയില്ല. കാരണം അവൻ്റെ ജോലി നഷ്ടപ്പെട്ട് വേറൊരു ജോലിയിലേക്ക് കയറി. അപ്പോഴെല്ലാം ഒത്തിരിയേറെ പ്രതിസന്ധികൾ തന്നെയാണ്. എന്നും സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളുടെ മുമ്പിൽ ഒരു തൂങ്ങുന്ന വാള് പോലെയായിരുന്നു. അതിനെ മറികടക്കാനായിട്ട് ഈശോ ആ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നത് ഈ ഉടമ്പടി. അപ്പോൾ എന്തും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇതേപോലെ തന്നെ കടത്തിൻ്റെ മുമ്പിൽ തകർന്നിരിക്കുന്ന സമയത്തെല്ലാം മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്നെ കരം പിടിച്ച് നടത്തുന്നത് പോലെ
എല്ലാം ഇപ്പോഴും എനിക്ക് ശക്തി തന്ന കൂട്ട് തന്നെയാണ്. എന്നൊരു ശക്തിയായിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ. എന്നും രാത്രി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്നെ ശക്തിപ്പെടുത്തും, കൂടെ ഇരുന്ന് ഭയപ്പെടേണ്ട എന്നുള്ള രീതിയിലേക്ക്. അതുപോലെ ഞങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യണം, വീട് പണി പൂർത്തിയാക്കുകയും ചെയ്യണം. അതിന് യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥ. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ നീ എങ്ങനെയാണ് ആ വീടിൻ്റെ അപമാനത്തിന് രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ മകൻ്റെ വിവാഹം സമയത്ത് തന്നെ നടക്കണം, അത് മുടങ്ങരുത്. അതേപോലെ വീടിൻ്റെ പണി അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ കിടക്കാൻ സാധിക്കില്ല. ഒത്തിരിയേറെ ആ ഒരു പ്രതിസന്ധിയിലായിരുന്നു അതൊന്നും പൂർത്തിയാക്കാൻ പറ്റാത്തത് മൂലം. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞപ്പോൾ മാതാവ് ഇതുപോലെ എന്നെ കരം പിടിച്ച് മാതാവ് മുന്നിട്ട് നിന്ന് ഞങ്ങളുടെ വിവാഹവും അതേപോലെ തന്നെ വീടിൻ്റെ പണിയും പൂർത്തിയാക്കിയത് മാതാവ് തന്നെ തൻ്റെ തിരുക്കുമാരനോടൊപ്പം വന്ന് ഞങ്ങളുടെ മകൻ്റെ വിവാഹം ആർഭാടമായിട്ടല്ല, അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ആത്മീയ മേഖലകളും ആ വിവാഹത്തിൻ്റെ കുദാശ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തി തന്ന് അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ വീടിൻ്റെ പണിയും എല്ലാം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. അതെല്ലാം മാതാവ് ഇടപെട്ടത് മൂലമാണ്. അത് തന്നെ തിരുക്കുമാരനോടൊപ്പം വന്ന് മാതാവ് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യവും വീടിൻ്റെ പണിയുടെ കാര്യവും എല്ലാം ഭംഗിയാക്കി തന്ന് അനുഗ്രഹിച്ചു. അതേപോലെ നേർച്ച വസ്തുക്കൾ ഞാൻ എല്ലാ ദിവസവും തൈലം തേച്ച് കുരിശ് വരച്ചിട്ട് മാത്രമേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയുള്ളൂ. അതെനിക്കൊരു ധൈര്യമായിരുന്നു. എപ്പോഴും ഞാൻ 2 വീലർ ഓടിക്കുമ്പോഴെല്ലാം എന്നെങ്കിലും ഒരു ദിവസം അയ്യോ ഞാൻ തൈലം തേച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. പക്ഷേ ഇന്ന് ഞാൻ തൈലം തേച്ചിട്ടേ പുറത്ത് പോകുള്ളൂ. അതേപോലെ തന്നെ കാശ് ഉപയോഗിച്ച് എന്നും എൻ്റെ ശക്തിയാണ്. എനിക്ക് പല അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഈ മാതാവിൻ്റെ ഈ ഉടമ്പടി പ്രാർത്ഥന തന്നെയാണ്. 2 പ്രാവശ്യം ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ എൻ്റെ മകൻ്റെ വണ്ടിയിൽ നിന്ന് വണ്ടി ഇടിച്ച് തെറിച്ചിട്ട് ഞാൻ വീണതുപോലും ഞാൻ അറിഞ്ഞില്ല. ഞാനെങ്ങനെ താഴെ കടന്ന് റോട്ടിൽ ഏറ്റവും വലിയ റോഡുള്ള എരഞ്ഞിപ്പാലം റോട്ടിലാണ് ഞാൻ വന്ന് വീണത്. ആ വീണ് കിടന്നപ്പോൾ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ ബാക്കിൽ മുഴുവൻ വണ്ടികൾ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഞാൻ വീണത് എങ്ങനെ വീണതാണെന്ന് അറിഞ്ഞില്ല. കൊച്ചിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ മോനെ ഞാൻ എങ്ങനെ വീണത്, ഞാൻ വീണത് അറിഞ്ഞില്ലല്ലോ, എങ്ങനെ വീണതെന്ന് പറഞ്ഞപ്പോൾ അവന് അമ്മച്ചി ഭയങ്കര സ്ലോ മോഷനിലാണ് വന്ന് വീണതെന്ന്. അപ്പോഴാണ് ഞാൻ ഓർക്കണേ മാതാവിനെ മടിയിലേക്ക് മാതാവ് എന്നെ താങ്ങിയതാണ്. കാരണം വണ്ടിയിലേക്ക് ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് ഞാൻ മാത്രം തെറിച്ചു പോയിട്ടും ഞാൻ ഒരു പോറൽ പോലും ഇല്ലാതെ മാതാവിനെ കാത്തു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വെള്ളത്തിൽ തെന്നി വീണിട്ടും ആ സമയത്തും ഒരു കുഴപ്പമില്ലാതെ എന്നെ സംരക്ഷിച്ചു. ഇത്രയേറെ സംരക്ഷണം എനിക്ക് കിട്ടിയത് ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മാതാവിൻ്റെ ഒരു സംരക്ഷണം ആ സമയത്തെല്ലാം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതേപോലെ തന്നെ വീടിന് കടം തീരാനായിട്ട് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ വീടിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും എടുത്തുന്നത് ഞാൻ ഓരോ ജപമാല ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഓരോ രഹസ്യവും അവസാനിപ്പിക്കുന്നത്. അതെനിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഇതേപോലെ തന്നെ 2-3 ലക്ഷം രൂപ അടക്കേണ്ട സമയത്ത് ഒത്തിരിയേറെ പ്രതിസന്ധിയായിരുന്നു. ആ സമയത്ത് എനിക്ക് വഴി കാണാതിരുന്നപ്പോൾ ഞാൻ അന്ന് മുട്ടുകുത്തി നിന്ന് ഓരോ ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഓരോ രഹസ്യത്തിനിടയിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിന് അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി 2 ലക്ഷം രൂപ എനിക്ക് കിട്ടുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരാൾ 1 ലക്ഷം രൂപ തന്നു. അതേപോലെ തന്നെ പിന്നെ കിട്ടിയത് ഒരു 90,000 രൂപയാണ്. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, മാതാവേ 2 ലക്ഷം ഞാൻ ചോദിച്ചിട്ട് 190 കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നപ്പോൾ ഞാൻ മാതാവ് ബാക്കിയുള്ളത് തന്നിരിക്കും, എനിക്കൊരു ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ തന്നെ എൻ്റെ ഒരു ആങ്ങളുടെ മോള് എനിക്കൊരു 10,000 രൂപ ഇട്ട് തന്നുകൊണ്ട്, ആൻറ്റി ഞാനൊരു 10,000 രൂപ ഇട്ട് തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ച 2 ലക്ഷം രൂപ ആ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തന്നു. ഞാൻ ഓടി വന്ന് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നന്ദി പറയുകയും ചെയ്തത്. മാതാവ് നീ എന്നെ എത്രമാത്രം കരുതുന്നുണ്ടെന്ന്, എൻ്റെ സങ്കടങ്ങളിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഈ മാതാവിനോട് പ്രാർത്ഥിച്ച് ആ ശക്തി കിട്ടുമ്പോഴാണ്. ഒപ്പം ഈശോ എന്നെ ഒത്തിരിയേറെ ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് ഈ മാതാവിലൂടെ എന്നെ അടുപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ കിട്ടാനായിട്ടൊക്കെ ഒത്തിരിയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ ഉടമ്പടിയിലൂടെ. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ ഞാൻ അമ്മച്ചിമാരെയൊക്കെ കുളിപ്പിക്കാൻ പോകുന്നു ഒരു അനാഥാലയത്തിൽ. അതുപോലെ ഞാനിന്ന് പ്രാർത്ഥിക്കും, ഇന്ന് എനിക്ക് 2-3 അമ്മച്ചിമാരെയൊക്കെ കുളിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമേ പോകുള്ളൂ. പക്ഷേ അപ്പം ഞാനൊരു ദിവസം ഇതേപോലെ പ്രാർത്ഥിച്ചു, ഇന്ന് എനിക്ക് 2-3 അമ്മച്ചിമാരെ കൊണ്ട് കുളിപ്പിക്കാൻ പറ്റണേ.
ഒരു 6 അമ്മച്ചിമാരെ എനിക്ക് കുളിപ്പിക്കാൻ പറ്റണേന്ന്. അതുപോലെ തന്നെ അന്ന് 6 അമ്മച്ചിമാരല്ല 8 അമ്മച്ചിമാരെ കുളിപ്പിക്കാൻ പറ്റിയായിരുന്നു. അത് കിടപ്പായ രോഗികളാണ്. അപ്പോൾ വേഗം കുളിപ്പിക്കാനായിട്ട് സാധിച്ചു. ഒരാൾ സഹായിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും പോയി 3 അമ്മച്ചിമാരെ കുളിപ്പിക്കാനായിട്ട് ആ അമ്മച്ചിമാരുടെ സ്നേഹവും കരുതലും, അതേപോലെ തന്നെ വിവാഹത്തിന് മുമ്പായിട്ട് അമ്മച്ചിമാരുടെ അടുത്ത് എൻ്റെ മോനെ കൊണ്ടുപോയി അവരുടെ ഒരു അനുഗ്രഹം കിട്ടാനായിട്ടും എനിക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഫുഡ് കൊടുക്കാനായിട്ടാണെങ്കിലും അംഗവൈകല്യമുള്ള കുറച്ച് പേര് താമസിക്കുന്ന ഒരു ഭവനമുണ്ട്. അവിടെയെല്ലാം ഇടയ്ക്ക് കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കാനും, പിന്നെ മറ്റുള്ളവരെ ആരായാലും സഹായവശനം ആര് വന്നു കഴിഞ്ഞാലും അവരെ സഹായിക്കാനായിട്ട്, സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും സഹായിക്കാനായിട്ട് ഈ ഉടമ്പടിയിലൂടെയാണ് എനിക്ക് അതിനൊരു ശക്തി ലഭിച്ചത്. മാതാവാണ് എൻ്റെ കൂടെ നടന്നത്, അതിനുവേണ്ടി ശക്തി തന്നത്. മാതാവ് എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറ്, മാതാവേ നീ തിടുക്കത്തിൽ പോയി എലീശാമയെ സന്ദർശിച്ച് അവരെ ശുശ്രൂഷിച്ചതുപോലെ തന്നെ ആ ഒരു തീഷ്ണതയോടുകൂടി എനിക്ക് അമ്മച്ചിമാരെ കുളിപ്പിക്കാനും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള കൃപ തരണമേന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. ദൈവമേ, എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ഓരോ പ്രാവശ്യവും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും എല്ലാം ആ മാതാവിനും കിട്ടുന്ന ഒരു നന്ദിയായിട്ട്, മാതാവിനും നന്ദി, ഈശോയെ ആരാധന, ഈശോയെ സ്തോത്രം, ഈശോയെ മഹത്വം. കഴിഞ്ഞ 4 വർഷത്തിനിടയിലും 3 കമ്പനി മാറിയ വ്യക്തിയാണ് ഞാൻ. ഇതുകൊണ്ട് തന്നെ നല്ല ഒരു സാമ്പത്തിക പ്രോബ്ലം ഉണ്ടായിരുന്നതിന് കാരണം ഞങ്ങളുടെ വീടിൻ്റെ കാര്യവും എൻ്റെ കല്യാണത്തിൻ്റെ കാര്യവും ഒക്കെ അവതാളത്തിലായിരുന്നു. അമ്മച്ചിയുടെ ഈ ഒരു ഭക്തി കാരണം മാത്രമാണ് ഞങ്ങളുടെ ഇതൊക്കെ ഒരു നിലയിലെത്തിയത്. കഴിഞ്ഞ 21-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം. എൻ്റെ വൈഫ് വരാനിരിക്കണമായിരുന്നു. അവൾക്ക് പനി ആയതുകൊണ്ട് വരാൻ ഇന്ന് സാധിച്ചില്ല. മാതാവിന് ഒത്തിരി നന്ദി. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായി അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. സാക്ഷ്യം പറയുവാനായി വൈകിയതിനും ക്ഷമ ചോദിക്കുന്നു. 2019 നവംബർ 18-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. അന്ന് കോവിഡിൻ്റെ ഒരു സാഹചര്യമായിരുന്നുകൊണ്ട് എനിക്ക് ആ ഉടമ്പടി തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചില്ല. പേര് സാലി വർഗീസ്, നേരിമംഗലത്ത് നിന്നാണ് വരുന്നത്. 2022 നവംബർ മാസം 23-ാം തീയതിയാണ് ഞാൻ വീണ്ടും ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ 2018 ഈ കൃപാസനം പത്രം ധാരാളമായിട്ട് എൻ്റെ കൈകളിൽ കൂടി വന്നു പോകുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇത്രയും ദൂരമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വരാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ മാതാവ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ബസ് വരുന്നുണ്ടായിരുന്നു. അവരും എന്നെ കൂട്ടി ഞങ്ങൾ കുറേ പേര് കൂടി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ 2022 മുതൽ ഇന്ന് വരെ ഉടമ്പടിയിലാണ്. 40 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദനയായിരുന്നു. ആ തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ ചെയ്യണമെന്നറിയില്ല. അതേപോലെ ബുദ്ധിമുട്ടായിരുന്നു. പല ആശുപത്രികളിൽ കാണിച്ചു, ഒരു സൗഖ്യവും കിട്ടിയില്ല. അങ്ങനെ ഞാൻ കോലഞ്ചേരി മെഡിക്കൽ മിഷനിലെ ന്യൂറോയിലെ ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ എനിക്ക് 6 മാസം വീതം മരുന്നിന് കുറിച്ച് തരും. അത് കഴിക്കും, വീണ്ടും അത് നിർത്തി കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെ ഞാൻ വീണ്ടും കഴിക്കും. അങ്ങനെ കുറേ നാൾ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ മാതാവ് ഇങ്ങോട്ട് വിളിക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ ഞാൻ 2022 ഇവിടെ വന്നേ. അപ്പോൾ വന്ന ആദ്യമേ തന്നെ ഉടമ്പടിയിൽ ആദ്യം നിയോഗം വെച്ചത്, മാതാവേ എൻ്റെ ഈ തലവേദന എനിക്കിന്ന് മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് അതുവരെ ഉണ്ടാകാതിരുന്നതിനേക്കാൾ ശക്തിയായ തലവേദനയായിരുന്നു. പക്ഷേ ഞാൻ 2 ഗുളിക കഴിച്ചു വീടെത്തുന്നിടം വരെ. എന്നിട്ട് വീട്ടിൽ ചെന്ന് കുളിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. നേരം വെളുത്തിട്ട് പിന്നെ ഇന്ന് ഈ സമയം വരെ എനിക്ക് ആ മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വർഷങ്ങളായി ഞങ്ങളുടെ കിണറിൽ വെള്ളം വറ്റിപ്പോകുമായിരുന്നു. അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കിണറിൽ ധാരാളമായിട്ട് വെള്ളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, ആവശ്യത്തിന് വെള്ളമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഭവനമില്ലായിരുന്നു. ഒരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ നിരന്തരം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2024 മെയ് മാസത്തിൽ ഞങ്ങൾ
വീട് കാണാനായിട്ട് പോയി. അങ്ങനെ വീട് കാണാനായിട്ട് പല വീടുകളും കണ്ടു, ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കാണാൻ പോയി ഒരു വീട്. അവിടെ ചെന്നപ്പോൾ അത് കുറേ വലിയ വീടാണ്, പക്ഷേ അതിനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം എന്നിട്ട് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് ബ്രോക്കറോട് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അതിനുശേഷം വീണ്ടും കുറേ വീടുകൾ കണ്ടു, എന്നിട്ടൊന്നും ശരിയാവണില്ല. അപ്പം ഞങ്ങൾ ആ ബ്രോക്കർ തന്നെ പറഞ്ഞു, നിങ്ങൾ ആദ്യം കണ്ട വീട് തന്നെ ഒന്നും കൂടി കാണ്, അത് നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട് തന്നെ വീണ്ടും വന്ന് കണ്ടു. അങ്ങനെ ഞാനിങ്ങനെ മാതാവിനോട് ആ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നിനക്കായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന ഭവനമാണിത്, അതുകൊണ്ട് ഇത് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറയുകയാണ്, മാതാവേ എനിക്കിത് വാങ്ങിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതെല്ലാം നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 രൂപ പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് നല്ലൊരു എമൗണ്ട് കൊടുത്ത് ആ വീട് ഞങ്ങൾക്ക് വാങ്ങിക്കുവാനായിട്ട് കഴിഞ്ഞു. 10 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടുമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആ ഭവനത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ വീട് താമസത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നതിന് മുമ്പ് മാതാവിനോട് പറഞ്ഞായിരുന്നു, ഈ ഭവനത്തിൻ്റെ താക്കോലുമായിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഈ ഭവനത്തിൽ താമസിക്കുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ആ താക്കോലുമായിട്ട് മാതാവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് താക്കോല് കാണിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് എൻ്റെ ഭവനത്തിൽ നിന്ന് ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തത്. അതെനിക്ക് മാതാവ് ഈശോയും തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. 3 വർഷം എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ പറ്റി. നിരവധിയായ രോഗസൗഖ്യങ്ങൾ അതിലൂടെ എനിക്ക് കിട്ടി. എൻ്റെ കുടുംബത്തിനും നല്ലൊരു അനുഗ്രഹമായിരുന്നു. ഞാനും എൻ്റെ മക്കളും കൂടിയാണ് ആ ജപമാല റാലിയിൽ പങ്കെടുത്തത്. വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും ജീവിക്കണമെന്ന് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. അങ്ങനെ ഞാൻ യെശയ്യാ 45:2-3 വാക്യങ്ങൾ എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കും. ഞാൻ നിനക്ക് മുമ്പായി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അവ ഭൂമിയെ നനച്ച് വിതപ്പാൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും ലഭ്യമാക്കുന്നു എന്ന വചനവും, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വചനവും, ഫിലിപ്പിയ 4:19, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു വരുമെന്ന വചനവും ഞാൻ നിരന്തരമായി ഉരുവിട്ട് പ്രാർത്ഥിക്കും. അതുമൂലം എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറെക്കുറെ പരിഹരിക്കാൻ കഴിഞ്ഞു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കും. എന്നെ പോലെ തന്നെ മറ്റുള്ളവർക്കും ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടട്ടെ എന്ന് ഈശോയോടും മാതാവിനോടും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചതിലൂടെ എനിക്ക് 30 വർഷത്തോളമായിരുന്ന ഗ്യാസ് അസിഡിറ്റിയുടെ പ്രോബ്ലം, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് 1 നുള്ള് ഉപ്പിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിൽ കഴിക്കും. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഭക്ഷണം. പിന്നെ എനിക്ക് ഡ്രൈവിങ് പഠിച്ച് 2 വീലറിൻ്റെ ലൈസൻസ് എടുക്കാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച കാര്യമായിരുന്നു അത്. ഈ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് എന്നേക്കാൾ പ്രായം കുറഞ്ഞ 10ഉം 20ഉം വയസ്സൊക്കെയുള്ള പിള്ളേരെല്ലാം തോറ്റുപോയി ടെസ്റ്റിൽ. പക്ഷേ മാതാവ് എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. അതിലെനിക്ക് മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. ആത്മീയമായിട്ട് രാവിലെയും വൈകിട്ടും സന്ധ്യാപ്രാർത്ഥനയും വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം വെളുപ്പിന് 5 മണി 5:20 ആകുമ്പോഴേക്കും ഞാൻ എണീറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങും. അങ്ങനെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. പിന്നെ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യും. ഇവിടെ ഉണ്ടാകുന്ന സാക്ഷ്യങ്ങൾ ഒരു 99% ഞാൻ കാണാറുണ്ട്. അത് ആർക്കാണോ ആവശ്യം അവർക്ക് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങി 5-6 കെട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട്.
അത് കൊണ്ടുപോയിട്ട് എനിക്കൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ വരുന്നവർക്ക് കൊടുക്കും. പിന്നെ പോകുന്ന വഴിയിലും ബസ്സിലും എല്ലാം ആളുകൾക്ക് കൊടുക്കും. പിന്നെ ഓർഫനേജിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഈശോയും മാതാവിനെയും പറഞ്ഞ് പരിചയപ്പെടുത്തും. അവർക്ക് വേണ്ടുന്ന ഫുഡ് കൊടുക്കും. അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യും. പിന്നെ ഓർഫനേജിൽ ഫുഡ് കൊടുക്കാനായിട്ട് എനിക്ക് പല സമയങ്ങളിലും സാധിച്ചിട്ടുണ്ട്. പിന്നെ വിശന്ന് വരുന്നവരെ കണ്ടാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു കൃപ, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കാനും, അന്നു വേണ്ട ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആളുകൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലുണ്ട്. അവർക്കെല്ലാം ഞാൻ എൻ്റെ കഴിയുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ മാത്രമാണ്. എനിക്കൊരു കഴിവുമില്ല. അങ്ങനെ ഈ ഉടമ്പടി വഴിയായി എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.